നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ച വിനോദ വാർത്തകളിൽ ഏറ്റവും മുന്നിൽ തീർച്ചയായും സിനിമാ ഉത്സവത്തിൻ്റെ വാർത്തയാണ്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും തലസ്ഥാന നഗരി സിനിമാ മേളത്തിന് കാതോർക്കുകയാണ്. 180-ലേറെ ചിത്രങ്ങൾ 62-ലേറെ രാജ്യങ്ങളിൽ നിന്നായി എത്തിയിരിക്കുന്നു. സിനിമാ പ്രേമികൾക്ക് ഇനി ഒരാഴ്ച വലിയ ഉത്സവത്തിൻ്റെ നാളുകളാണ്. فرشته یادت هست اولین دفعه‌ای که ما تو رو با هم دیدن از پیش چشمشون فرار کردیم یادت هست കേരളത്തിന്റെ മഹത്തായ സിനിമാ പാരമ്പര്യവും ലോക സിനിമയും ഒന്നിക്കുന്ന ഒരാഴ്ചക്കാലം സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ദിവസങ്ങളാകും സമ്മാനിക്കുക. ലോകത്തിന്റെ വിവിധയിടങ്ങളെ അടയാളപ്പെടുത്തുന്ന സിനിമകൾ പറയുന്നത് അതിജീവനത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും കുടിയേറ്റത്തിന്റെയും ഒക്കെ സത്യമായ കഥകളായിരിക്കും. സ്ത്രീപക്ഷ സിനിമകൾക്കും വലിയ അവസരമൊരുക്കുന്ന മേളയാണ് ഇത്തവണത്തേത്. 180-ലേറെ സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 15 ചിത്രങ്ങളും ലോക സിനിമാ വിഭാഗത്തിൽ 81 സിനിമകളും പ്രദർശിപ്പിക്കും. മലയാളി സംവിധായകരുടെ 4 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ സാന്നിധ്യമറിയിക്കുന്നത്. വിധു വിൻസെന്റിന്റെ മാൻഹോളും ഡോക്ടർ ബിജുവിന്റെ കാടുപോക്കുന്ന നേരവും മത്സര വിഭാഗത്തിലുണ്ട്. ഞാൻ മാവോയിസ്റ്റ് ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പതിമൂന്ന് തിയേറ്ററുകളിലായി 9,000 പേർക്ക് സിനിമകൾ കാണാം. 13,000 ഡെലിഗേറ്റുകളാണ് ഇത്തവണയുള്ളത്. സിനിമാ പ്രവർത്തകർക്കായി പ്രത്യേക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. 16-നാണ് മേള സമാപിക്കുക. ഇനി മറ്റു സിനിമാ കാഴ്ചകളിലേക്കാണ്. ഈ ഡിസംബർ മാസം വലിയ റിലീസുകൾക്ക് പ്രതീക്ഷിക്കുകയാണ് മലയാള സിനിമാ ലോകം. അതിലൊന്ന് തീർച്ചയായും മോഹൻലാൽ നായകനാകുന്ന ചിത്രം തന്നെ. ജിബു ജേക്കബിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ 22-നാണ് സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടീസറിന് മികച്ച പ്രതികരണം ലഭിച്ചിരിക്കുന്നു. അനൂപ് മേനോൻ, മീന എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഈ ഉന്നച്ചൻ സാറിന് ഇത് എന്ത് പറ്റി? അമ്മേ വന്നേ വന്നേ. ഇതുമാതിരി കോപ്പറായി കാണിച്ചു ഇവിടുത്തെ ആണുക്ക് മാനക്കെട്ടോ കരുത് കേട്ടോ. നീ ബഹളം വെക്കാതെ. പിന്നല്ലാതെ നമ്മൾ വേറെ ചില റിലേഷൻസ് ചെന്ന് പെടുമ്പോ ഭാര്യയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. അച്ചായ, ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു സ്കൂളല്ല. സ്കൂളല്ല, ഒരു സർവകലാശാലയാണ്. ഓഹോ. ആ സർവകലാശാലയുടെ ഗേറ്റിൽ വെറുതെ വായി നോക്കി നിൽക്കുന്ന ഒരു വേസ്റ്റ് ജന്മം മാത്രമാണ് ഞാൻ. ടൈം കിട്ടുമ്പോ വാ, ഞാൻ ക്ലാസ് എടുക്കാം. ഉറപ്പായും വരും. ഞാൻ പോട്ടെ. അനിയമ്മയ്ക്ക് കുളിക്കണം. കുളിക്കണോ? ഈ മാസം പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന റിലീസ് സിദ്ദിഖിൻ്റെ ചിത്രമാണ്. സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ആദ്യമായി ജയസൂരി എത്തുന്നു. ഫുക്രി എന്നാണ് സിനിമയുടെ പേര്. പ്രയാഗ മാർട്ടിനാണ് നായികാവേഷത്തിൽ. ഭഗത് ഇമാനുവൽ അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നർമ്മരസ പ്രാധാന്യമുള്ളതായിരിക്കും ചിത്രം. Yes, I am lucky. Luqman Ali Fukri. മലയാളത്തിൽ നിന്ന് ബോളിവുഡിലേക്ക് പോകാം. ബോളിവുഡിൽ ജനുവരി മാസത്തിൽ വലിയൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. കിങ് ഖാനും ഋതിക് റോഷനും തമ്മിലുള്ള മത്സരം. അതിൽ കിങ് ഖാൻ്റെ റൈസിൻ്റെ ട്രെയിലർ ഈ ആഴ്ച എത്തിയിരിക്കുന്നു. മികച്ച പ്രതികരണം. തിയേറ്ററുകളിൽ സിനിമ തകർക്കും എന്ന സൂചനയാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ ട്രെയിലർ നൽകുന്നത്. 2015 ഏപ്രിലിൽ ചിത്രീകരണം തുടങ്ങിയ സിനിമയാണ് റൈസ്. ഷാരൂഖ് ഖാന്റെ റഫ് ആൻഡ് ടഫ് ഗെറ്റപ്പുമായി ഒരുങ്ങിയ ചിത്രം പക്ഷേ റിലീസിന് സജ്ജമാകാൻ ഏറെ വൈകി. ഈ വർഷം ആദ്യം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും നീണ്ടുപോയി. ഒടുവിൽ റിലീസ് തീരുമാനിച്ച സിനിമയുടെ ട്രെയിലറും എത്തിയതോടെ റൈസ് വീണ്ടും വിനോദ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. अम्मी जान कहती थी कोई धंधा छोटा नहीं होता और धंधे से बड़ा कोई धर्म नहीं हो. രാഹുൽ ഡോലാക്കിയ സംവിധാനം ചെയ്ത സിനിമയിൽ മധ്യരാജാവ് റൈസ് ആലമിനെയാണ് ഷാരൂഖ് അവതരിപ്പിക്കുന്നത്. जो धंधे के लिए गलत वो गलत इससे ज्यादा कभी सोचा नहीं.
80കളിൽ ഗുജറാത്തിൽ സജീവമായിരുന്ന അബ്ദുൽ ലത്തീഫിന്റെ ജീവിതമാണ് സിനിമയ്ക്ക് പ്രചോദനമെന്ന് പറയുന്നുണ്ടെങ്കിലും അണിയറക്കാർ അത് നിഷേധിച്ചിട്ടുണ്ട്. आप मेरा ट्रांसफर कहीं भी कर सकते हैं, रईस को नहीं छोड़ूंगा मैं. റയീസ് ആലമും പോലീസും തമ്മിലുള്ള സംഘർഷങ്ങളാണ് സിനിമയുടെ പ്രമേയം. एक दिन नाक में नकेल डाल के പോലീസ് വേഷത്തിൽ നവാസുദ്ദീൻ സിദ്ദിഖിയും എത്തുന്നു. പാക് നടി മഹിറ ഖാനാണ് നായികാവേഷത്തിൽ. സണ്ണി ലിയോൺ അതിഥി താരമായും റേസിൽ പ്രത്യക്ഷപ്പെടും. റാം സമ്പത്താണ് ചിത്രത്തിന് സംഗീതം നൽകിയത്. എക്സൽ എന്റർടൈൻമെന്റും ഷാരൂഖിന്റെ റെഡ് ചില്ലീസും ചേർന്നാണ് നിർമ്മാണം. തിയേറ്ററുകളിൽ തരംഗമാകാൻ സിനിമയ്ക്ക് കഴിയുമെന്നാണ് ട്രെയിലറിനോടുള്ള പ്രതികരണം വ്യക്തമാക്കുന്നത്. അതേസമയം നോട്ട് പ്രതിസന്ധി മെല്ലെ മറികടക്കുന്ന ബോളിവുഡ് 2 വമ്പൻ ചിത്രങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെ ആകാംക്ഷയിലാണ്. ഷാരൂഖിന്റെ റേസിനൊപ്പം ഋതിക് റോഷന്റെ കാബിലും തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. സഞ്ജയ് ഗുപ്ത സംവിധാനം ചെയ്ത സിനിമയിൽ അന്ധരായ കഥാപാത്രങ്ങളെയാണ് ഋതിക്കും യാമി ഗൗതമും അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിതീവ്രമായ പ്രതികാര കഥയായിരിക്കും കാബിൽ. രാജേഷ് റോഷനാണ് സംഗീതം. സിനിമ നിർമ്മിച്ചത് രാകേഷ് റോഷനും. പ്രേക്ഷക പ്രീതിയിൽ റേസോ കാബിലോ മുന്നിലെത്തുക എന്നാണ് ഇനി അറിയേണ്ടത്. ഇനി ഹോളിവുഡിലേക്കാണ്. ഒരുപക്ഷെ മനുഷ്യ കഥാപാത്രങ്ങളെക്കാൾ ജനപ്രീതി നേടിയിട്ടുള്ള കഥാപാത്രങ്ങളുള്ള സിനിമയുണ്ട്, ട്രാൻസ്ഫോമേഴ്സ്. അതിലെ യന്ത്രമനുഷ്യർ ഇന്നും സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടവരാണ്. ആ യന്ത്രമനുഷ്യർ തിരിച്ചെത്തുകയാണ്. ട്രാൻസ്ഫോമേഴ്സ് പരമ്പരയിലെ 5ാമത്തെ ചിത്രം ദ ലാസ്റ്റ് നൈറ്റ്. It has been said through the ages. ട്രാൻസ്ഫോമേഴ്സ് പരമ്പരയിലെ 5ാമത്തെ ചിത്രവും 2014 ഇറങ്ങിയ ഏജ് ഓഫ് എക്സ്റ്റൻഷന്റെ തുടർച്ചയുമാണ് ദ ലാസ്റ്റ് നൈറ്റ്. Two species at war. പ്രശസ്ത സംവിധായകൻ മൈക്കൽ ബേ തന്നെയാണ് പരമ്പരയെ മുന്നോട്ട് നയിക്കുന്നത്. One metal. കഴിഞ്ഞ 4 ഭാഗങ്ങൾ വൻ ഹിറ്റാക്കി മാറ്റിയ മൈക്കൽ ബേ ലാസ്റ്റ് നൈറ്റോടുകൂടി ട്രാൻസ്ഫോമേഴ്സ് പരമ്പരയോട് വിട പറയുന്നു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. Optimus Prime has left us. 2015 തന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ 5ാം പതിപ്പിനായുള്ള ജോലികൾ തുടങ്ങിയിരുന്നു. യന്ത്രമനുഷ്യരുടെ അതിഗംഭീരമായ തിരിച്ചുവരവും ശത്രുക്കളോടുള്ള പോരാട്ടവുമെല്ലാം ഏറ്റവും നൂതനമായ IMAX 3D ക്യാമറയിലൂടെയാണ് പകർത്തിയിരിക്കുന്നത്. തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് മറ്റൊരു ലോകം തന്നെയാകും സിനിമ സമ്മാനിക്കുക. മാർക്ക് വോൾബർഗ് തന്നെയാണ് മനുഷ്യ കഥാപാത്രങ്ങളിലെ നായകൻ. സ്റ്റാൻലി ടൂസി, ഇസബെല്ല മോണർ, ജോഷ് ഡുഹാമൽ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. സ്റ്റീവ് ജബ്ലോൺസ്കിയാണ് ദ ലാസ്റ്റ് നൈറ്റിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പരമ്പരയിലെ ഏറ്റവും ചെലവേറിയ ചിത്രം ബോക്സ് ഓഫീസിലും മുന്നിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം പരമ്പരയിൽ 6ഉം 7ഉം ഭാഗങ്ങൾ കൂടി ഉണ്ടാകുമെന്നും അണിയറക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 23-നാണ് ട്രാൻസ്ഫോമേഴ്സ് ദ ലാസ്റ്റ് നൈറ്റ് തിയേറ്ററുകളിലെത്തുക. ഇന്ത്യൻ താരങ്ങളൊക്കെ ഹോളിവുഡിൽ ശക്തമായ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്ലെക്സിലൂടെ ദീപിക പദുക്കോൺ ആക്ഷൻ ഗെറ്റപ്പിലെത്തുമ്പോൾ ബേവാച്ചിൽ ഡ്വെയ്ൻ ജോൺസണൊപ്പമാണ് പ്രിയങ്ക ചോപ്ര വേഷമിടുന്നത്. ബേവാച്ചിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. Welcome to Baywatch. Why are you grabbing me so tight? Why does she always look like she's running in slow-mo? ട്രിപ്പിൾ എക്സ് ട്രെയിലറിലും ടീസറിലുമെല്ലാം ദീപിക പദുക്കോൺ നിറഞ്ഞു നിൽക്കുമ്പോൾ ബേവാച്ച് ട്രെയിലറിൽ പ്രിയങ്ക ചോപ്ര ചെറിയ സാന്നിധ്യം മാത്രമാണ്. എന്നാൽ സിനിമയിൽ ഏറെ പ്രാധാന്യമുള്ള വേഷം തന്നെയാണ് പ്രിയങ്കയ്ക്ക് എന്നാണ് സൂചന. We're the heart and soul of this very beach. We protect when other people don't want to protect. 90കളിൽ ടെലിവിഷനിൽ തരംഗമായ ബേവാച്ചാണ് അതേ പേരിൽ സിനിമയാകുന്നത്. സംവിധാനം സെയ്ദ് ഗോർഡൻ. If you want me, you can have me. Some other time.
We're staring into the abyss here. City councils are... ഡ്വെയ്ൻ ജോൺസിനൊപ്പം സാക് എഫ്രോൺ, അലക്സാൻഡ്ര ഡെഡാരിയോ, കെലി റോബർബാച്ച് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. വിക്ടോറിയ ലീഡ്സ് എന്ന കഥാപാത്രത്തെയാണ് പ്രിയങ്ക അവതരിപ്പിക്കുന്നത്. This is the guy you think is a good PR opportunity for us. Use some shots! He's reckless. തമാശയ്ക്കും ഗ്ലാമറിനുമൊപ്പം ആക്ഷനും പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും ബേവാച്ച്. പാരമൗണ്ട് പിക്ചേഴ്സ് വിതരണം ചെയ്യുന്ന സിനിമ മെയ് മാസത്തിൽ റിലീസിനെത്തും. മറ്റു സിനിമാ കാഴ്ചകളുടെ വിലയ്ക്ക് ശേഷം